പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 5 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. നോളജ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ന് ഫെബ്രുവരി 5 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ടോപ്സ് ഇൻ നമ്പർ ഓഫ് ഡോഗ് ബൈറ്റ്സ് കേസസ് ഇൻ 2024. 2024 നായ്ക്കളുടെ കടിയേറ്റ കേസുകളുടെ എണ്ണത്തിൽ തിരുവനന്തപുരം ജില്ലയാണ് മുന്നിൽ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, ഹിന്ദു പത്രത്തിലൊരു വാർത്തയാണ്. നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ജില്ലയാണ്. നമുക്കിത് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഏറ്റവും കൂടുതൽ നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ഏത് ജില്ലയാണ്? തിരുവനന്തപുരം. 2024 കേസ് ആണ്, അതായത് തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലമാണ്. മൂന്നാം സ്ഥാനത്ത് എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ. ഏറ്റവും താഴെ, അതായത് ഈ 14 ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ജില്ലയാണ് വയനാട്. അതിനു മുകളിൽ കാസർഗോഡ്. ഏറ്റവും താഴെ നിന്ന് മൂന്നാം സ്ഥാനത്ത് ഇടുക്കിയാണ്. 2024 കേരള സംസ്ഥാനത്ത് എത്ര നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? 3.17 ലക്ഷം ഡോഗ് ബൈറ്റ്സ് ആണ് 2024 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ 26 പേർ പേപ്പട്ടി പാതയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് 50,870 കേസ് ആണ് തിരുവനന്തപുരത്തുള്ളത്. നായ്ക്കളുടെ കടിയേറ്റ കേസുകൾ നഷ്ടപരിഹാരം തീരുമാനിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ജസ്റ്റിസ് റിട്ടയർഡ് എസ് സിരി ജഗൻ കമ്മിറ്റി. സുപ്രീം കോടതി നിയമിച്ച ഒരു കമ്മിറ്റിയാണ് ജസ്റ്റിസ് എസ് സിരി ജഗൻ കമ്മിറ്റി. ഇത് പ്രധാനമായിട്ടും പറയുമ്പോൾ നായ്ക്കളുടെ കടിയേറ്റ് അതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ജസ്റ്റിസ് എസ് സിരി ജഗൻ കമ്മിറ്റി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, സൈബർ ഫ്രോഡ് കേസ് ആർ ഡബ്ലിംഗ് ഇൻ കേരള. കേരളത്തിൽ സൈബർ തട്ടിപ്പ് കേസുകൾ ഇരട്ടിയാകുന്നു. സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്നാണ്, മിക്കവാറും പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാകും സൈബർ കോൾ ആയിട്ട് ബന്ധപ്പെട്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പ് ഉള്ള ഒരു സിറ്റി ഏതാണ്? നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 കേരളത്തിൽ ഏത് നഗരത്തിലാണ് സൈബർ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത്? എറണാകുളം സിറ്റി, എറണാകുളം നഗരം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള സിറ്റി എന്ന് പറയുമ്പോൾ 2024 അത് എറണാകുളം സിറ്റിയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സിറ്റിയാണ് തിരുവനന്തപുരം സിറ്റി. എറണാകുളം സിറ്റിയിൽ 118.959 കോടി രൂപയുടെ സൈബർ തട്ടിപ്പ് നഷ്ടങ്ങളാണ് വന്നിട്ടുള്ളത്. എറണാകുളം സിറ്റിയിൽ 118.95 കോടി രൂപയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരമാണെങ്കിൽ 86.981 കോടിയും. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എറണാകുളം റൂറൽ ആണ്. 54,471 കോടി രൂപയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. ഏതാണ്ട് കേരളത്തിൽ 763 കോടി രൂപയുടെ നഷ്ടമാണ് കഴിഞ്ഞ വർഷം 2024 വന്നിട്ടുള്ളത്. 2024 കേരള സംസ്ഥാനം എത്ര സൈബർ കുറ്റകൃത്യ പരാതികൾ കണ്ടു? 41,426 സൈബർ കുറ്റകൃത്യങ്ങൾ. അതായത് 41,426 സൈബർ ക്രേസ് ആണ് കഴിഞ്ഞ വർഷം കേരള സംസ്ഥാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2023 കേരള സംസ്ഥാനം എത്ര സൈബർ കുറ്റകൃത്യ പരാതികൾ കണ്ടു? 23,748 സൈബർ കുറ്റകൃത്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 2023 23,748 സൈബർ ക്രൈംസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അത് കഴിഞ്ഞ വർഷമാണെങ്കിൽ 41,426 മാറി. അതായത് ഏതാണ്ട് ഇരട്ടിയിലേക്കാണ് കഴിഞ്ഞ വർഷം മാറിയിട്ടുള്ളത്. അതിനു മുമ്പാണെങ്കിൽ 2022 9,619 ആണ്. നഷ്ടം 48 കോടി രൂപ. 2023 201 കോടി രൂപയും 2024 763 കോടി രൂപയാണ്. അതായത് ഓരോ വർഷം കഴിയുന്തോറും സൈബർ ക്രൈം അതുമായി ബന്ധപ്പെട്ട നഷ്ടങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്. ഹിന്ദു പത്രത്തിലെ റിപ്പോർട്ട് ആണ് സൈബർ ക്രൈമിനെ കുറിച്ചുള്ള റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ ഇരകളെ കബളിപ്പിച്ച സൈബർ തട്ടിപ്പ് ഏത് വഴിയിലൂടെയാണ്? തൊഴിൽ തട്ടിപ്പ് 35.34%. ഇപ്പോൾ ജോബ് സ്കാം, തൊഴിൽ തട്ടിപ്പ് വഴി 35.34% തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ക്രൈം എന്ന് പറയുമ്പോൾ അത് ഓൺലൈൻ ട്രേഡിംഗ് സ്കാം വഴിയാണ്. 34.96%. മൂന്നാം സ്ഥാനത്ത് ഫെഡ് എക്സ് വഴിയുള്ള സ്കാം, ലോൺ സ്കാം അങ്ങനെ പോകുന്നു. ഗിഫ്റ്റ് എന്ന ലെവലിൽ പോകുന്നു.
ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പ് നടക്കുന്നത് തൊഴിൽ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലുള്ള ഫ്രോഡ് കേസുകൾ, ഫ്രോഡ് കോൾസ് വരുമ്പോൾ കൺഫേം ചെയ്യുക ഒരു യഥാർത്ഥ കോൾ ആണോ എന്നെല്ലാം. സൈബർ തട്ടിപ്പുകളുടെ ഏറ്റവും കുറവ് ബാധിച്ച ജില്ലകളും നഷ്ടങ്ങളും 2024 കേരളത്തിലെ ഏതൊക്കെ ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്? കൊല്ലം, ഇടുക്കി, വയനാട്. കൊല്ലം, ഇടുക്കി, വയനാട് ഈ 3 ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കുറവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും അതുപോലെ തന്നെ നഷ്ടങ്ങളും വന്നിട്ടുള്ളതും. കൊല്ലം റൂറലാണെങ്കിൽ 16.26 കോടി രൂപയുടെ നഷ്ടമാണ്. ഇടുക്കിയാണെങ്കിൽ 15.239 കോടിയും വയനാടാണെങ്കിൽ 9.264 കോടി. ഇപ്പം ഏറ്റവും താഴെയുള്ളത് കൊല്ലം, ഇടുക്കി, വയനാട്. ഏറ്റവും ടോപ്പ് ലെവലിലെ സിറ്റീസ് എന്ന് പറയുമ്പോൾ അത് എറണാകുളം, തിരുവനന്തപുരം. എറണാകുളം റൂറൽ ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ട്രോപ്പിക്സ് ഈസ് ദി ഇന്ത്യൻ നേവീസ് ലാർജസ്റ്റ് ബൈനിയൽ മാരിടൈം എക്സസൈസ്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ ദിവത്സര സമുദ്രാഭ്യാസമാണ് ട്രോപ്പിക്സ്. ഇന്ത്യൻ നേവിയുടെ ഒരു മാരിടൈം എക്സസൈസ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ പ്രതിരോധ സേനകളുമായി ഇന്ത്യൻ നാവികസേന നടത്തുന്ന ഏറ്റവും വലിയ ദിവത്സര സമുദ്രാഭ്യാസം ഏതാണ്? ട്രോപ്പിക്സ് 2025. ട്രോപ്പിക്സ് 2025 എന്ന് പറയുന്ന ഈ ഒരു മാരിടൈം എക്സസൈസ് വേറെ രാജ്യങ്ങൾ ഇല്ലാത്തൊരു എക്സസൈസ് ആണത്, മാരിടൈം എക്സസൈസ് ആണത്. എന്നാൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ നാവികാഭ്യാസമാണ് മിലാൻ. സാധാരണയായിട്ട് ഫെബ്രുവരി, മാർച്ചിൽ നടക്കുന്ന ഒരു എക്സസൈസ് ആണ് മിലാൻ എക്സസൈസ്. ട്രോപ്പിക്സ് 2025 ഇന്ത്യൻ നാവികസേന നടത്തിയത് ഏത് ഇന്ത്യൻ സേനകൾ തമ്മിലാണ്? ഇന്ത്യൻ കരസേന, വ്യോമസേന, തീരസംരക്ഷണ സേന, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, ഒപ്പം നേവി. ഈ 4 ഡിഫൻസ് ഫോഴ്സ് തമ്മിലുള്ള ഒരു എക്സസൈസ് ആണ് ട്രോപ്പിക്സ് 2025. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഓഷ്യനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസ് ആണ് ട്രോപ്പിക്സ് 2025. ട്രോപ്പിക്സ് 2025 ഏത് നാവിക കമാൻഡിന് കീഴിലാണ്? പടിഞ്ഞാറൻ കിഴക്കൻ നാവിക കമാൻഡ്. ഇന്ത്യൻ നേവിക്ക് 3 കമാൻഡ്സ് ആണുള്ളത്. ഒന്ന് വെസ്റ്റേൺ നേവൽ കമാൻഡ്, ഈസ്റ്റേൺ നേവൽ കമാൻഡ്, മറ്റൊന്ന് സദേൺ നേവൽ കമാൻഡ്. വെസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ഹെഡ്ക്വാർട്ടർ മുംബൈ, ഈസ്റ്റേൺ നേവൽ കമാൻഡ് ആണെങ്കിൽ വിശാഖപട്ടണം, സദേൺ നേവൽ കമാൻഡ് ആണെങ്കിൽ കൊച്ചിയാണ്. ഇത് ഒരു ട്രെയിനിങ് കമാൻഡ് ആണ്. മറ്റു 2 കമാൻഡ്സ്, അതായത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ, അത് ഓപ്പറേഷൻ കമാൻഡ് ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഇന്ത്യ മാൽഡീവ്സ് ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ബിഗിൻസ്. ഇന്ത്യ മാൽഡീവ് സംയുക്ത സൈനികാഭ്യാസം ആരംഭിച്ചു. ഇന്ത്യ മാൽഡീവ്സിന്റെ ഒരു മിലിറ്ററി എക്സസൈസ് ആണ് ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സൈനിക അഭ്യാസം എഗ്യുവറിൻ ഇന്ത്യക്കും ഏത് രാജ്യത്തിനും ഇടയിലാണ്? മാൽഡീവ്സ്. ഇന്ത്യ മാൽഡീവ്സിന്റെ ഒരു മിലിറ്ററി എക്സസൈസ് ആണ് എഗ്യുവറിൻ എന്ന എക്സസൈസ്. ഇതിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യ മാൽഡീവ്സിന്റെ ഒരു മിലിറ്ററി എക്സസൈസ് ആണത്, എഗ്യുവറിൻ. ഇന്ത്യ മാൽഡീവ്സ് സംയുക്ത സൈനികാഭ്യാസത്തിന്റെ 13ാമത് പതിപ്പ് എഗ്യുവറിൻ 2025 ഫെബ്രുവരി 2 മുതൽ 15 വരെ എവിടെയാണ് നടക്കുന്നത്? മാൽഡീവ്സ്. ഈ പ്രാവശ്യത്തെ എഗ്യുവറിൻ എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് ഇത് 13ാമത്തെ എഡിഷൻ ആണ്, 13ാമത്തെ പതിപ്പാണ്. ഇത് നടക്കുന്നത് മാൽഡീവ്സിലാണ്. ഫെബ്രുവരി 2 മുതൽ 15 വരെയാണ് എഗ്യുവറിൻ എന്ന് പറയുന്ന എക്സസൈസ്. ഇത് ഇന്ത്യ മാൽഡീവ്സിന്റെ ഒരു എക്സസൈസ് ആണത്. മാൽഡീവ്സിന്റെ ദിവേഹി ഭാഷയിൽ എഗ്യുവറിൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? സുഹൃത്ത്. ഇപ്പം മാൽഡീവ്സ് എന്ന രാജ്യത്തിന്റെ ഒരു ഭാഷയാണ് ദിവേഹി എന്ന ലാംഗ്വേജ്. ദിവേഹി എന്ന ലാംഗ്വേജിൽ എഗ്യുവറിൻ എന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പ് ആണ്. ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ഉഭയകക്ഷി സൈനിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി എഗ്യുവറിൻ അഭ്യാസം ആരംഭിച്ച വർഷം ഏതാണ്? 2009. 2009 മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സസൈസ് ആണ് എഗ്യുവറിൻ. ഇപ്പോൾ ഈ പ്രാവശ്യം 13ാമത്തെ എഡിഷൻ ആണ്, 13ാമത്തെ പതിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 2 മുതൽ ഫെബ്രുവരി 15 വരെ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, MP ടു ഗെറ്റ് ഇന്ത്യാസ് ഫസ്റ്റ് വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം MP-ക്ക് ലഭിക്കും. മധ്യപ്രദേശിന് ലഭിക്കാൻ പോകുന്ന ഒരു ടൈഗർ ബ്രീഡിംഗ് സെന്റർ ആണിപ്പോൾ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രത്തിന് അംഗീകാരം ലഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദ ഫസ്റ്റ് വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത്. മധ്യപ്രദേശിലെ രേവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം തുറക്കാൻ ഏത് അതോറിറ്റിയാണ് അനുമതി നൽകിയത്? സെൻട്രൽ സൂ അതോറിറ്റി, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് സെൻട്രൽ സൂ അതോറിറ്റി
ഈ ഒരു അതോറിറ്റിയാണ്, ഈ ഒരു ഓർഗനൈസേഷൻ ആണ് ഒരു നാഷണൽ പാർക്ക് അതുപോലെ തന്നെ പല സൂ ആയി ബന്ധപ്പെട്ടുള്ള അപ്രൂവൽ നൽകുന്ന ഒരു അതോറിറ്റി. ഈ അതോറിറ്റിയാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ റേവയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ ബ്രീഡിംഗ് സെന്റർ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയിട്ടുള്ളത്. 1951 മഹാരാജ മാർത്താണ്ഡ സിംഗ് ഇന്ത്യയിൽ കണ്ടെത്തിയ ആദ്യത്തെ വെള്ളക്കടുവയ്ക്ക് എന്ത് പേരാണ് നൽകിയത്? മോഹൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളക്കടുവ ഇത് കണ്ടെത്തിയിട്ടുള്ളത് 1951 അന്ന് മഹാരാജ മാർത്താണ്ഡ സിംഗ് അദ്ദേഹം ഈ ഒരു വെള്ളക്കടുവയ്ക്ക് നൽകിയിട്ടുള്ള പേരാണ് മോഹൻ. മോഹൻ എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. 1951 ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളക്കടുവ കണ്ടെത്തിയിട്ടുള്ളത്. മധ്യപ്രദേശ് ഏത് വർഷത്തിലാണ് ആദ്യത്തെ വെള്ളക്കടുവ സഫാരി ആരംഭിച്ചത്? 3 ഏപ്രിൽ 2016 മുകുന്ദപൂർ. മധ്യപ്രദേശിലെ ഒരു പ്രദേശമാണ് മുകുന്ദപൂർ. ഇവിടെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ വെള്ളക്കടുവ സഫാരി ആരംഭിച്ചിട്ടുള്ളത് 2016 ഏപ്രിൽ 3 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് ശിവൻ ദുബെ സ്ക്രിപ്റ്റ് ഹിസ്റ്ററി വിത്ത് 30 കോൺസിക്യൂട്ടീവ് T20 ഇന്റർനാഷണൽ. തുടർച്ചയായി 30 T20 വിജയങ്ങളുമായി ശിവൻ ദുബെ ചരിത്രം രചിച്ചു. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട, ക്രിക്കറ്റ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. തുടർച്ചയായി 30 T20 മത്സരങ്ങൾ ജയിക്കുന്ന ആദ്യ ക്രിക്കറ്റ് കളിക്കാരനായി ചരിത്രം രചിച്ചത് ആരാണ്? ശിവൻ ദുബെ. തുടർച്ചയായിട്ട് 30 വിജയങ്ങൾ, 30 കോൺസിക്യൂട്ടീവ് വിൻ എന്ന് പറയുമ്പോൾ അത് ശിവൻ ദുബെയാണ്. ഹിസ്റ്ററി തന്നെ പറയുമ്പോൾ ആദ്യത്തെ ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് മത്സരിക്കുന്ന എല്ലാ T20 ഇന്റർനാഷണലിലും വിജയിച്ചിട്ടുള്ള വ്യക്തി. 30 ഇന്റർനാഷണലാണ് ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത്. ആകെ കളിച്ചിട്ടുള്ള 35 ഇന്റർനാഷണലാണ്, T20 ഇന്റർനാഷണൽ ആണ്. ഇതിലാണ് ഇപ്പോൾ 30 കണ്ടിന്യൂസ് ആയിട്ട് ശിവൻ ദുബെ വിജയിച്ചിട്ടുള്ളത്. T20 അന്താരാഷ്ട്ര മത്സരത്തിൽ ശിവൻ ദുബെയുടെ അരങ്ങേറ്റ മത്സരം ഏത് ടീമിനെതിരെയായിരുന്നു? 2019 ബംഗ്ലാദേശിനെതിരെ. 2019 ബംഗ്ലാദേശിന് എതിരെയായിരുന്നു T20 ഇന്റർനാഷണലിൽ ശിവൻ ദുബെയുടെ വിജയം. ഇന്ന് സ്പോർട്സ് ആയി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തയാണ് ദ 30 കോൺസിക്യൂട്ടീവ് T20 ഇന്റർനാഷണൽ വിജയിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ അത് ശിവൻ ദുബെ ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിവൻ ദുബെ ഏത് IPL ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്? ചെന്നൈ സൂപ്പർ കിങ്സ് CSK. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ആണ് ശിവൻ ദുബെ. 2019 അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം 30 കോൺസിക്യൂട്ടീവ് T20 ഇന്റർനാഷണലിൽ വിജയിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.